കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നടന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിപാടി വൻ വിജയമായി എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും സംശയമില്ല. അത്രയും വലിയ മികച്ച സംഘാടനം കൊണ്ടും ആ സ്ത്രീ സാന്നിധ്യം കൊണ്ടുമൊക്കെ തന്നെ ഏറെ ശ്രദ്ധേയമായിരുന്നു ആ സമ്മേളനം. ഇത്രയധികം സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി നടത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ എന്നിട്ടും അത് സാധിച്ചു എന്നുള്ളത് BJPയുടെ സംസ്ഥാന ഘടകത്തെ സംബന്ധിച്ചും അവർക്ക് കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ അഭിമാനകരമായ നേട്ടമായി തന്നെ അവർക്ക് വയ്ക്കാൻ കഴിഞ്ഞു. പ്രധാനമന്ത്രിയും ഇക്കാര്യത്തിൽ സന്തുഷ്ടി പ്രകടിപ്പിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ വരുന്ന വാർത്ത മറ്റൊന്നാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 3 തവണ കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ആ വാർത്ത. പ്രമുഖ വാർത്താ ഏജൻസിയായ AINS ആണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത്. ജനുവരിയിൽ 1 തവണയും ഫെബ്രുവരിയിൽ 2 തവണയും പ്രധാനമന്ത്രി കേരളത്തിലെത്തും എന്നാണ് വാർത്താ ഏജൻസി പറയുന്നത്. തൃശ്ശൂരിൽ പ്രധാനമന്ത്രി എത്തിയത് പാർട്ടി പരിപാടിക്കാണെങ്കിൽ ഇനിയുള്ള 3 സന്ദർശനങ്ങൾ തികച്ചും ഔദ്യോഗികമാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിലെയും ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടും കൊച്ചി മെട്രോയുടെയും ഈ 3 ഔദ്യോഗിക പരിപാടികൾക്കായിട്ടാണ് പ്രധാനമന്ത്രി ഇനിയുള്ള 3 തവണ കേരളത്തിലെത്തുന്നത്. പക്ഷേ ഇത്തവണത്തെ തൻ്റെ കേരള സന്ദർശനം വിജയമായിരുന്നു എന്ന വിലയിരുത്തലിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേരളത്തിൽ നിന്ന് എത്രത്തോളം സീറ്റുകൾ നേടാൻ കഴിയും എന്നുള്ളത് സംബന്ധിച്ച് പ്രധാനമന്ത്രിയും BJP ദേശീയ നേതൃത്വവും വളരെ കൃത്യമായി തന്നെ വിലയിരുത്തൽ നടത്തുന്നുണ്ട്. BJP കേരളത്തിലെ A+ മണ്ഡലങ്ങളായി കണക്കാക്കുന്ന അവർ വേറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന 6 മണ്ഡലങ്ങളാണ് കേരളത്തിലുള്ളത്. ഇതിൽ 2 നിർബന്ധമായി, അതായത് തിരുവനന്തപുരവും തൃശ്ശൂരും BJP വിജയിച്ചിരിക്കണം എന്ന് തന്നെയാണ് സംസ്ഥാന ഘടകത്തോട് പ്രധാനമന്ത്രിയും അമിത്ഷായും അതുപോലെ JP നദ്ദയും എല്ലാം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് സംസ്ഥാന ഘടകം ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് വിജയിപ്പിക്കണം എന്ന് തന്നെയാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെയും ആവശ്യം. ഒപ്പം കേരളത്തിൽ BJPയെ സംബന്ധിച്ച് ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കുറേ കൂടി അനുകൂലമായ ഒരു സന്ദർഭമാണ് സാഹചര്യമാണ് ഉള്ളത് എന്ന് കേന്ദ്ര നേതൃത്വത്തിന് അറിയാം. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ജനവിരുദ്ധ നടപടികളോട് ശക്തമായി തന്നെയായിരിക്കും ഒരുപക്ഷെ ഇനിയുള്ള നാളുകളിൽ BJP സംസ്ഥാന നേതൃത്വവും പ്രതികരിക്കുക. ഒരുപാട് പ്രതിഷേധ സമരങ്ങളും മറ്റും വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ തന്നെ തുടങ്ങിയെങ്കിൽ മാത്രമേ മിക്കവാറും മാർച്ചിലോ ഏപ്രിലോ ഒക്കെ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ വിജയപ്രദമായി നേടാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് ഉറപ്പാണ്. മറ്റൊന്ന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംബന്ധിച്ച് പറയുമ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷം കേന്ദ്ര സർക്കാർ ചെയ്തതൊക്കെ തന്നെ വലിയ നേട്ടങ്ങളായി മാറി എന്നുള്ളത് കേരളം പോലെയുള്ള സാക്ഷരതയിലും മറ്റും വളരെ ഉയർന്ന നിലവാരം പുലർത്തുന്ന ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് BJPക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. ഏറ്റവും ഒടുവിൽ സൂര്യനിലേക്കുള്ള ദൗത്യം വരെ ഇന്ത്യ വിജയിപ്പിച്ചിരിക്കുന്നു. അതുപോലെ ഓരോന്നോരോന്നായി എടുത്ത് പറയുമ്പോൾ ചെന്നു തൊട്ടതെല്ലാം വൻ വിജയമായ ഒരു വർഷമാണ് കടന്നു പോകുന്നത്. ഇതെങ്ങനെ വോട്ടാക്കി ഫലപ്രദമായി നടപ്പിലാക്കാൻ, അത് മുതലെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കോൺഗ്രസിനെ അല്ലെങ്കിൽ UDFനെ സംബന്ധിച്ച് അവർ അങ്ങേയറ്റം ദുർബലമായൊരു പ്രതിപക്ഷമാണ് എന്ന് ജനങ്ങൾക്കിടയിൽ പോലും അവമതിപ്പുണ്ടായ ഒരു സാഹചര്യത്തിൽ തങ്ങൾക്ക് മുന്നേറാൻ കഴിയും എന്ന് തന്നെയാണ് BJP പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല അടുത്ത് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിന് തൊട്ട് മുമ്പായുള്ള തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലുമൊക്കെ തന്നെ പാർട്ടി നേട്ടമുണ്ടാക്കണം എന്നുള്ളതാണ് അവരുടെയും ആവശ്യം. അപ്പോൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇത്തരത്തിൽ പലതവണ കേരളത്തിൽ എത്തുക കൂടി ചെയ്യുമ്പോൾ അത് നന്നായി ഉപയോഗപ്പെടുത്താനും അതൊക്കെ വോട്ടാക്കി മാറ്റാനും കഴിയുക എന്നുള്ളത് സംസ്ഥാന BJP നേതൃത്വത്തെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. പക്ഷേ നരേന്ദ്രമോദി നേരിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അദ്ദേഹം നേരിട്ട് ഇതെല്ലാം നിരീക്ഷിക്കുന്നുള്ളത് കൊണ്ട് തന്നെ സംസ്ഥാന നേതൃത്വവും മികച്ച വിജയം നേടാൻ നിർബന്ധിതരാണ്. ഒപ്പം സജീവമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ കണ്ടെത്താനും അതുപോലെ സമൂഹത്തിലെ നല്ല ആളുകൾക്കിടയിൽ നല്ല അഭിപ്രായമുള്ള വ്യക്തിത്വങ്ങളെ പാർട്ടിയിലേക്ക് എത്തിക്കാനും ഒക്കെ തന്നെ BJP സംസ്ഥാന നേതൃത്വം ശ്രമം തുടങ്ങാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇപ്പോൾ തന്നെ നിരവധി പ്രമുഖരായ വ്യക്തികൾ BJPയിൽ ചേർന്നിട്ടുണ്ട്. ഇത് കൂടാതെ വേറെ സമൂഹത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളെയും പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ അവർ ശ്രമിക്കും. ഏതായാലും പ്രധാനമന്ത്രിയുടെ തൃശ്ശൂർ സന്ദർശനവും റോഡ് ഷോയും ഒക്കെ ഉയർത്തിവിട്ട അതിൻ്റെ അലകൾ അടങ്ങുന്നതിന് മുമ്പ് വീണ്ടും പ്രധാനമന്ത്രി 3 തവണ കേരളത്തിലെത്തും എന്നുള്ള വാർത്ത BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ BJP നേതാക്കന്മാരെ സംബന്ധിച്ചൊക്കെ തന്നെ ഏറെ ആശ്വാസകരമാണ്. ഏതായാലും കേരളം നേടാൻ തന്നെയാണ് BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ നീക്കമെന്ന് ഇതുകൊണ്ട് തന്നെ കൂടുതൽ വ്യക്തമാവുകയാണ്.